അപ്പോൾ വയനാട് വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇവരുടെ ഒത്തൻറ്റിക് ആയിട്ടുള്ള ട്രൈബൽ പീപ്പിൾ എന്ന് പറഞ്ഞാൽ വയനാടിൻ്റെ സ്വന്തം മക്കൾ എന്ന് പറയുന്ന പണിയാസാണ്. അപ്പോൾ പണിയാ ട്രൈബിലെ ഒരു അമ്മ നമ്മളുടെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഞണ്ട് പിടിക്കാൻ പോവാണ് വയലിൽ നിന്ന്. അതാണ് കാണാൻ പോകുന്നത്. ഇവരെല്ലാം എൻ്റെ കൂടെ ഉണ്ട്. ഓൾ ആർ വിത്ത് മീ. അപ്പോൾ അവർ വളരെ എക്സൈറ്റഡ് ആയിട്ട് കൂടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നടന്ന് ആ വയലിൻ്റെ ആ ഭാഗത്തേക്ക് പോകും. ഇത് നോക്കിയേ, കുരുമുളക് സമൃദ്ധമായി വളർന്ന് കിടക്കുന്നത്. ഇത് പന്നിയൂർ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണെന്ന് പറഞ്ഞത്. നല്ല നീളമുള്ള കുരുമുളക്. അപ്പോൾ വയനാടിൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാലേ ഈ കൃഷി ഒരു പ്രധാനമാണ്. കുരുമുളകും കാപ്പിയും അങ്ങനത്തെ കാര്യങ്ങൾ, ജാതിയും ഒക്കെ വളരുന്ന ഒരു നല്ല വളക്കൂറുള്ള മണ്ണാണ്. കണ്ടില്ലേ എന്ത് ഭംഗി. ഇതിൻ്റെ ഹൈറ്റ് നോക്കൂ. ഇതിങ്ങനെ പടർത്തി വിട്ടിരിക്കുക. കമുകിലല്ലേ പടർത്തിയിരിക്കുന്നത്? ആ യെസ്, കമുകിലാണ്. ഇത് നോക്കി, ജാതിക്ക കഴിച്ച് കിടക്കുന്നത്. ജാതി, അപ്പോഴാണ് ഞാൻ ജാതിയെ കണ്ടത്. ജാതിക്ക കണ്ടോ? ഒരു ജാതിക്ക. ആ ജാതിക്ക. ഞാനിപ്പോൾ ഇവിടെ കുട്ടിപ്പട്ടാളവുമായിട്ടാണ് കുറേ കുട്ടിപ്പട്ടാളംസ് ഉണ്ട്. വയലിലേക്ക് നടക്കുന്നു. അപ്പോൾ ഈ വരുന്ന വഴിക്കാണ് അതെ കാപ്പി എന്തൊക്കെ കാണുന്നത്. നോക്കാം, കാപ്പി. ആഹാ, ബ്യൂട്ടിഫുൾ. കാപ്പി മരം, കോഫി കാഴ്ച പച്ചയാണ്. ആ പഴുത്തിട്ടില്ല. ഓക്കെ, അതെ ഇത്രയും പേരുണ്ട്. നമ്മളൊരു വലിയ ഹോൾ സംഘമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞേ പശു. ഓ, ഇതൊക്കെ ഇപ്പം കാണണമെങ്കിൽ നമ്മൾ ഇങ്ങോട്ടൊക്കെ വരേണ്ട. പശു പുല്ല് കഴിക്കുന്നു. ആഹാ, പശുത്തൊഴുത്ത എല്ലാം വീട്ടിൽ. ദേ വൈക്കോൽ തുറു ഉണ്ടോ? നല്ല ഒരു വയലിപ്പോ, അല്ലെങ്കിൽ വെയിൽ പോവും. ഓ, അതാണ് വീടല്ലേ? ഓക്കെ. വയനാടിൻ്റെ കൃഷിയിടങ്ങളുടെ മനോഹാരിതയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ ഞണ്ടിനെ പിടിക്കാനായിട്ട് അങ്ങോട്ട് പോയിരിക്കുകയാണ്. സെർച്ചിങ് നടക്കുകയാണ് വെളിച്ചമ്മയുടെ. ഇനി ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു ബ്യൂട്ടിഫുൾ കാഴ്ച ഇങ്ങനെയാണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുന്നുണ്ടല്ലോ, കംപ്ലീറ്റ് വയലാണ്. പിന്നെ എൻ്റെ കൂടെ വന്ന എല്ലാവരും ഉണ്ട്. എനിക്കങ്ങ് മതിമറന്ന് നിൽക്കുകയാണ്. വയലിൻ്റെ അപ്പുറത്ത് കംപ്ലീറ്റ് കമുകാണ്. അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഒരു കുറച്ച് മരങ്ങളിങ്ങനെ കൂടുതൽ നിൽക്കുന്നുണ്ടോ, അതാണ് ഇവരുടെ കാവ്. കാവെന്ന് പറഞ്ഞാൽ ഈ പണിയ സമുദായത്തിൻ്റെ ഒരു വർഷിപ്പിംഗ് പ്ലേസാണ്. മാസത്തിൽ ഒരു ദിവസം അവിടെ പൂജ നടക്കുന്നതാണ് പറയുന്നത്. എന്താ ഭംഗി. വയലും അതാണ് കാവ്. ഇത് കമുക്, നല്ല പച്ചപ്പ്, ബ്യൂട്ടിഫുൾ ഗ്രീനറി. ഇത് ഭംഗിയല്ലേ? സച്ച് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. അതിനിടയ്ക്ക് പശുവിൻ്റെ ശബ്ദവും കേൾക്കാം. നമ്മൾ വന്ന വഴിയാണ്. ഇതിനിടയിലൂടെ നടന്ന് ഇവിടെ കമുക്, കപ്പ, പിന്നെന്താ കാപ്പി, കുരുമുളക്. കാപ്പി, കുരുമുളക്, കമുകെല്ലാം കഴിച്ച് നിൽക്കുന്നുണ്ട്. ഇതിനെല്ലാം വിളയുന്ന സ്ഥലം. ഈ കുഞ്ഞു തോടിലാണ് നമ്മൾ ഞണ്ടിനെ തപ്പി ഇറങ്ങിയിരിക്കുന്നത്. ഒരു വ്യത്യസ്തമായൊരു ആംബിയൻസ്, വ്യത്യസ്തമായ അനുഭവം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നമ്മൾ സിറ്റിയിൽ നിന്നൊക്കെ വരുമ്പോഴേ, ഈ നാട്ടിൻ പുറങ്ങളിലൊക്കെ വരുമ്പോൾ തോന്നുന്നൊരു ഫീലിംഗ് ഇല്ല. അതാണ് വയനാടിൻ്റെ സൗന്ദര്യം, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇതാ ഞണ്ടിനെ തപ്പി ഏതാണ്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. നോക്കാം. ഈ വെള്ളിച്ചി എന്ന് പറഞ്ഞാൽ അമ്മതേ തോണ്ടി എടുത്ത് നോക്കാം. മണ്ണ് അതിനകത്തേക്ക്, ചെളിക്കകത്തേക്ക് ഇങ്ങനെ കൈയിട്ട് നോക്കുക. ഞണ്ട് ഒളിച്ചിരിക്കുന്ന ഞണ്ടിൻ്റെ കൂട്ടിനകത്ത്.
ഒരു ഞണ്ടിനെ നമുക്ക് കിട്ടിയല്ലേ പിന്നെ. ഓ അടിപൊളി. അപ്പോൾ ഇനിയുള്ള ഞണ്ടിനെയും കൂടി ഇവിടെ തന്നെ പിടിക്കണം. മാസ്ക് ഊരിയാലേ ആളെ കാണാൻ പറ്റുള്ളൂ. ദേ ഒരു മിനിറ്റ്. സോ മെനി ഞണ്ട്, ലോട്ട് ഓഫ് ഞണ്ട് കണ്ടോ. കുഞ്ഞു ചെറുതും വലുതും ഒക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഇതിനെ വെച്ചിട്ടാണോ എനിക്ക് ഉണ്ടാക്കി കാണിച്ചു തരാൻ പോണേ? ഞണ്ട് വെച്ചിട്ട് എന്താ ഉണ്ടാക്കാൻ പോണേ? ഞണ്ട് കറി. ഓക്കെ, ഞണ്ട് കറി കാണാം. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ചെയ്യുന്ന പോലെ അല്ലേ, ആ സ്റ്റൈൽ. ഓക്കെ. കുറേ മുളയൊക്കെ ഇവിടെ നട്ടിട്ടുണ്ട്. അതിനെല്ലാം വളർന്നു കഴിയുമ്പോൾ മുറിച്ചിട്ട് ഹാൻഡിക്രാഫ്റ്റ്സ് പല കാര്യങ്ങൾ ചെയ്യാനായിട്ട്. നോക്കി ബാക്കിലാ പിടിക്കണ്ടേ, വാലില്. ഒരു മിനിറ്റ്. ദേ തുമ്പി എനിക്ക് പിടിച്ചതാണ്. അവിടെ ആ മോനൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുക. തുമ്പിയെ പിടിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ. അതിൻ്റെ ചിറകിലല്ല, വാലിലാണ് പിടിച്ച് വെച്ചിരിക്കുന്നത്. ചിറകിൽ വേണമെങ്കിൽ ഇത് ഇങ്ങനെ അതിനെ വിടാം, അതിനെ ഒന്നും സംഭവിച്ചിട്ടില്ല. കാണുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ ഇപ്പോൾ പറത്തി വിടാൻ പോണു. അതേ നോക്കിക്കോളൂ. പോയി കഴിഞ്ഞു. ഫൈനലി ഒരു വലിയ തുമ്പിയെ കിട്ടിയിരിക്കണം. ആരെ കൊണ്ട് തന്നതെന്ന് നോക്കിയേ. തുമ്പിയെ തന്ന ആളുകൾ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. ദിസ് ഇസ് ദ തുമ്പി. മോൻ പിടിച്ചല്ലേ? വിട്ടേക്കല്ലേ, പോട്ടെ പാവം. കുറച്ച് ചെളിയിലൊക്കെ ചവിട്ടി. അയ്യോ കുഴപ്പമില്ല. നമ്മൾ മരച്ചീനി കപ്പത്തോട്ടത്തിൻ്റെ ഉള്ളിലൂടെ നടന്ന് നമ്മുടെ കുക്കിംഗ് സ്പോട്ട് ഒരെണ്ണം ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടേക്ക് പോവാം. ഇവിടെ ഒരു കുളമുണ്ടോ? തീർച്ചയായും കുളം. കൊള്ളാലോ, കുളവും ഉണ്ട്. എവിടെയാണ്? അത് കൊള്ളാം. ഇരിക്കാൻ പറ്റിയൊരു സെറ്റപ്പ് കിട്ടി. എന്തൊരു റിഫ്രഷിങ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. പ്യുവർ ഫ്രഷ് എയർ. അതെ, നിങ്ങൾക്ക് ഭയങ്കര നല്ല, ഒരു പൊല്യൂഷനും ഇല്ലാത്ത മനോഹരമായ സ്ഥലം. ഞണ്ടിനെ കഴുകാൻ പോവാണ്. അയ്യോ ഞാൻ വീഴുന്നതാണല്ലേ, കുഴപ്പമില്ല. ഓക്കെ. ഞണ്ടിന് ഈ വെള്ളത്തിൽ തന്നെ നല്ല ഫ്രഷ് വാട്ടറാണ്, ഫ്ലോയിങ് വാട്ടർ. ഇത് സ്ട്രീമല്ലേ, മറ്റേ ഊറ്റ് മാതിരി. ഉറവുന്ന് ഞണ്ട് ക്ലീനിങ് ഫാസ്റ്റ്. അയ്യോ അതിനിപ്പോഴും ജീവനുണ്ട്. അതങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്നു. എത്ര എണ്ണം കൊള്ളാലോ. ഒരു പരിശുദ്ധി കാണണമെങ്കിൽ ഇതേ നോക്കിയത് ഇറ്റ്സ് ഒറിജിനൽ വാട്ടർ. നമ്മളിങ്ങനെ ഊറ്റെന്ന് പറയും, ഉറവാന്ന് പറയും. കണ്ടില്ലേ, മണ്ണിനടിയിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്നത്. സോഴ്സ് നോക്കിയേ, ഇങ്ങനെ പല ഭാഗങ്ങളിൽ നിന്നും വരുന്ന വെള്ളമാണ് ഇങ്ങനെ ഉറവയായിട്ട് വന്ന് ഇങ്ങനെ ചെറിയ ചെറിയ സ്ട്രീംസ് ആയിട്ട് പിന്നെ അത് വലിയ വലിയ നദികളായിട്ടൊക്കെ മാറുന്നത്. അടുപ്പ് കൂട്ടാനുള്ള സംവിധാനങ്ങൾ, കല്ലൊക്കെ പറക്കി വെച്ചിരിക്കുക. എല്ലാവരും കൂടി ഉത്സാഹിച്ച് നമ്മളിവിടെ ഞണ്ട് കറി ശരിയാക്കാൻ പോവാണ്. അടുപ്പ് കൂട്ടണം അല്ലേ? ഇനി എന്തായാലും ഉണ്ടാക്കി തന്നെ ഇവിടുത്തെ ലൈറ്റ് പോകുന്നതിന് മുമ്പ് ചെയ്യുകയും വേണം. സൺ സെറ്റിങ് കുറച്ചേ ഉള്ളൂ. കുഴപ്പമില്ല. ഇതിലിനി എന്തൊക്കെ ചേർക്കും? മഞ്ഞൾ, കാന്താരി, കുരുമുളക്, ഇഞ്ചി അല്ല, ഉള്ളി ഉണ്ടോ? പണ്ടൊക്കെ ഉള്ളിയൊക്കെ കിട്ടില്ലല്ലോ, അപ്പം അതൊന്നുമില്ല. ഇപ്പൊ പിന്നെ ഇറച്ചി വെക്കും പോലെ വെക്കും. ദേ അടുപ്പ് കൂട്ടാനുള്ള കാര്യങ്ങളുമായിട്ട് എല്ലാവരും വരുന്നു. വിറക്, പിന്നെന്താ ഉണ്ടാക്കാനുള്ള ചട്ടി, ഇടിക്കാനുള്ള ഇടികല്ല്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ടോട്ടൽ ആംബിയൻസ്. രസകരമാണല്ലേ ഇങ്ങനെ ഒരു വില്ലേജ് കുക്കിംഗ്.
അപ്പോൾ അടുപ്പ് കൂട്ടുകയാണ്. 3 കല്ല് വെച്ചു. അപ്പം ഞണ്ട് കറി ആണ് ഇനി ഉണ്ടാവാൻ പോണത്. അപ്പോൾ നാടൻ രീതിയിൽ അവരുടേതായ ടിപ്പിക്കൽ സ്റ്റൈലിൽ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇടികല്ല് വെച്ചിട്ട് ഇടിച്ച കാന്താരി മുളക്, നമ്മുടെ വയനാടിൻ്റെ സ്വന്തം കാന്താരി മുളകും എല്ലാം അല്ലേ, കുരുമുളകിന് പക്ഷേ ഇവിടെ ഒരു ശാപവും ഇല്ലല്ലോ. നല്ല പച്ചക്കുരുമുളകെല്ലാം എടുത്തിട്ട് എന്ത് സുഖമായിട്ട് ചെയ്യാം. ഇപ്പോൾ കാന്താരി മുളകും പിന്നെന്താ കുരുമുളക്, വയനാടൻ കുരുമുളക്. ആഹാ, നല്ല പച്ചക്കുരുമുളക് ഫ്രഷ്. ഇതെല്ലാം ഫ്രഷ് ഫ്രം ദ ഫാമാണ് കേട്ടോ, മരത്തിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്നത്. ഇത്ര കുറച്ച് ഞണ്ടേ ഉള്ളൂ കേട്ടോ, ക്ലീൻ ചെയ്ത് വന്നപ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ. അതിനാവശ്യമുള്ള മസാലയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നല്ല ഫ്രഷ് കറിവേപ്പില. ആഹാ, ഇതിനെക്കാട്ടി ഫ്രഷ് കറിവേപ്പില എനിക്ക് കിട്ടാനില്ല. അത് ഇവിടുന്ന് എടുക്കുന്നതാണ്, മരത്തിൽ നിന്നും പറിച്ചത്. ആഹാ, സോ ബ്യൂട്ടിഫുൾ. ഷോ, ഇനി ചതച്ച മസാല, അത് കുരുമുളകും പച്ചക്കുരുമുളകും കാന്താരി മുളകും അതും കൂടി അതിനകത്ത്, യെസ്, അതും കൂടി ചേർക്കും. വൃത്തിയാക്കിയ ഞണ്ട്. ഇനി കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നു. ഓക്കെ, ഇപ്പോൾ പാകത്തിന് മൂത്തു. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി വെള്ളം. ഇതാണ് ഒരു ഞണ്ട് കറി. അപ്പോൾ ഒരു ഞണ്ട് സൂപ്പ് മാതിരി അല്ലേ, ഭയങ്കര ഒരു തിൻ ഗ്രേവി ആയിട്ട്, പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. കാര്യം ഞണ്ടിൻ്റെ സത്തൊക്കെ ഇറങ്ങിയിട്ട്. അപ്പോൾ വെളിച്ചെമ്മയുടെ സ്പെഷ്യൽ ഞണ്ട് കറി. അപ്പോൾ ഇത് പണ്ട് പരമ്പരാഗതമായ രീതിയിൽ അവരുടെ വീട്ടിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ്. അന്നൊക്കെ ഇങ്ങനെയാണല്ലേ, ഞണ്ടൊക്കെ കിട്ടുമ്പോൾ വേറെ മസാലയൊന്നും ഇല്ലല്ലോ. അപ്പോൾ വീട്ടിൻ്റെ മുറ്റത്തുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അല്ലേ, മുളക്, കുരുമുളക്, കറിവേപ്പില, പിന്നെ ഇതുപോലെ വയലിൽ നിന്ന് ഞണ്ടിനെ പിടിച്ച് അല്ലേ. അപ്പം അങ്ങനെ ആണ് ആ ഒരു ജീവിത രീതി. അതിൻ്റെ കൂടെ എന്താ കഴിക്കുന്ന സാധാരണ? കപ്പയൊക്കെ ഉണ്ടാവും, കാട്ടുകിഴങ്ങ്. ആഹാ, ആരെങ്കിലും വല്ല പുതിയരിയോ അല്ലെങ്കിൽ വല്ല കപ്പകിഴങ്ങോ അല്ലെങ്കിൽ കാരണന്മാർ കാട്ടുകിഴങ്ങ് കുഴിക്കാൻ പോകും, കാട്ടിലേക്ക് പോകും. ഓ, അവിടുന്ന് എന്തെങ്കിലും കൊണ്ടുവരും, അവിടുന്ന് എന്തെങ്കിലും കുഴിച്ചെടുത്തിട്ട് വരും. മാര, അവരൊക്കെ ആരാ? അത് കാട്ടുകിഴങ്ങിന്റെ പേര്. കാട്ടുകിഴങ്ങിന്റെ പേര് പിന്നെ മൊണ്ണി. ഇതൊക്കെ കാട്ടുകിഴങ്ങുകളുടെ പേരാണ് അല്ലേ. തിരിച്ചു തന്നെ ആളെ കാണാനില്ല, വ്യത്യാസമുണ്ട്. അപ്പൊ ഓരോ കാട്ടുകിഴങ്ങിന്റെ പേരാണ് പറഞ്ഞത്. എന്തൊക്കെയാണ്? നൂറ, നാര, മൊണ്ണി. ഇതൊക്കെ കാട്ടിൽ പോയി കൊണ്ടുവരുന്നതാണല്ലേ. എന്താ ടേസ്റ്റ്? ഭയങ്കര സ്വാദാണോ? ആ, ഞാൻ ശരിക്കും മേടിച്ചത് ആൾക്കാരുടെ പേരാണ്. കിഴങ്ങിന്റെ പേര്, കാട്ടുകിഴങ്ങിന്റെ. ഓഹോ, താള്. ആ, താള്, ചേമ്പിന്റെ താള്. ഒന്ന് അതും കറി ഉണ്ടാക്കും. അതെന്ത് ഉണ്ടാക്കും? അത് വെച്ചിട്ട് പുളിയും കറി പോലെയാണോ? അത് പിന്നെ ഒഴിച്ചു കറി, കാന്താരി ഇടും, പിന്നെ ഉപ്പും മുളക്, കാന്താരിയും പുളി ഒഴിക്കും. ആ, അതന്നെ. ഓക്കെ, ചോറിനൊക്കെ കഴിക്കാം. പിന്നെ വയലരികളുടെ ചപ്പൊക്കെ പറിച്ചിട്ട് പോകും. ചപ്പൊക്കെയോ? ചപ്പ മീൻസ് ചെറിയ ചെറിയ ചെടികൾ അല്ലേ? ആ, ഇലക്കറികൾ. ചുരുളി. ആ, അറിയാം, ചുരുളി ഇങ്ങനെ ചുരുണ്ടിരിക്കുന്നത്. പക്ഷെ അതെല്ലാം വളരെ ആരോഗ്യത്തിന് നല്ല കാര്യങ്ങളല്ലേ. അതാണ് അവരുടെയൊക്കെ പണ്ടത്തെ, അവരുടെ എല്ലാ ഹെൽത്ത് വളരെ നല്ലതാണ് ശരിക്കും പറഞ്ഞാൽ. സിറ്റി ലൈഫിനെക്കാട്ടിലും ബെറ്ററാണ്. പിന്നെ ഞാൻ സീസണിൽ കിട്ടുന്ന ഭക്ഷണത്തിന്റെ കാര്യം പറയാം. ബാമ്പു ഇല്ലേ, മുളന്റെ അത് കഴിക്കാം. കള്ളി എന്ന് പറയുന്നത് മുളയുടെ കൂമ്പിനെ, മുളം കൂമ്പ്. അത് സീസണലാണ് അല്ലേ, കിട്ടുന്ന സമയത്തേ ഉള്ളൂ. ഓക്കെ, അത് കിട്ടുന്ന സമയത്ത് നിങ്ങൾ സൂക്ഷിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യാറുണ്ടോ? അത് ഉപ്പിട്ട് വെക്കുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യുമോ? കുപ്പിക്കകത്ത് ഉണക്കി വെക്കും, ഡ്രൈഡ് ആയിട്ട്. ഓക്കെ, കണ്ടോളൂ. ആഹാ, നല്ല രുചിയാട്ടോ.
ഞണ്ടിൻ്റെ ഫൈനൽ റിസൾട്ട് പറയേണ്ട ആൾക്കാർ. ഞാൻ ഇത് കഴിക്കില്ല, അത് കാരണം. എങ്ങനെയുണ്ട്? സൂപ്പറാണ്, അടിപൊളി. എങ്ങനെയുണ്ട് മോനെ? അടിപൊളി, ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ കംപ്ലീറ്റ് കാര്യങ്ങൾ കഴിഞ്ഞു. ഞണ്ട് കറി റെഡി. ഓ ടേസ്റ്റി. അപ്പോൾ എന്തായാലും ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അപ്പം ഞണ്ട് കറിയും ഇവിടെ റെഡി. അപ്പം ലൈറ്റൊക്കെ മങ്ങി തുടങ്ങി. കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞു നിൽക്കാൻ സമയമില്ല. അപ്പോൾ വയനാട്ടിലെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ കഴിയാണ്. അപ്പം സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ്.